നിന്ന് വന്നേക്കാണ് ഇവിടെ കിടക്ക. ഏടാ ഇജ്ജ് പണിക്കോന്നില്ല. തന്റെ കൂക്കമ്പലി ആട് ഇവിടേക്ക് കേക്കാം. എത്തു വെക്കാതെ ആ അമ്മറാജിക്ക് പണിയില്ല ഏറ്റിട്ടില്ലേ? നിങ്ങൾ പോയ പോരപ്പാ, ഇത്രയും ഞാൻ പോരില്ലേ? നിങ്ങൾക്കുള്ള പണിയല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ ആ ഓഡിറ്റോറിയത്തില് പരിപാടി ഉണ്ട്, അതിന് റെസ്റ്റ് എടുക്കുകയാണ്. പടച്ചമ്പുരാനെ ബെല്ല ഞായറാഴ്ചത്തെ കല്യാണത്തിൽ ഇപ്പൊ തന്നെ റെസ്റ്റ് എടുക്കുക. ഞാൻ എത്തേ കേൾക്കേണ്ടത് ആട് പോകാൻ അടക്കുന്നുള്ളി പേർക്ക് അയാൾത്തേം തരും. വെറുതെ പോലെ കയറുന്ന കപ്പാൻകുട്ടി ഇങ്ങനെ കൂർക്കം വലിച്ചേക്കാണ്. ആണ്ടുള്ള അയൽവാക്കാർ കേൾക്കൂലത്. മുത്ത മനുഷ്യൻ പോലെ കയറുന്ന കൂർക്കം വലിച്ചിട്ടുണ്ട്. അയൽവാസികൾ കേട്ടോടെ എനിക്കൊരു കുഴപ്പമില്ല. അടക്ക ഉള്ളി പൊടിച്ചാൽ എന്നെ കൊണ്ട് കഴിയൂല, എനിക്ക് പള്ളോണ്ട് കുമ്പിടാൻ പറ്റൂല. പിന്നെപ്പാ ഓഡിറ്റോറിയം ചെമ്പ് ഓറില് നിസ്സാര പണിയൊന്നല്ല, അത് നല്ല റെസ്റ്റ് എടുക്കണം. നല്ല കനല ചെമ്പല്ലേ. മനസ്സിലായി. ചെമ്പ് മോറാൻ പോണോർത്ത് പോയാലേ എനിക്ക് നല്ല ഞണ്ണാൻ കിട്ടും. ഇതിപ്പോ എന്റെ ഇപ്പൊ പോന്നാലേ അവിടുന്ന് ഒരു കഞ്ഞി കിട്ടുള്ളൂ. ആ അടക്കട ഇങ്ങനെ ഉള്ളി പെറുക്കാൻ യാത്തി പണിയൊന്നുമില്ല. ഞാൻ ഇജ്ജിപ്പാരുണ്ട് പോരാ. വാ മത്സ്യക്കാരൻ ഇറങ്ങി വാ, എന്റെ ഒപ്പം പോരാ. പണ്ടാറ മനുഷ്യനെ ഉറങ്ങാതെ ആയിക്കൂല കുരിപ്പ് തന്ത. തൂറാനും വിട്ടുണ്ട്. ഏതായാലും തന്തം നടക്കട്ടെ, തൂറിയിട്ടൊക്കെ പോയാൽ മതി. പിന്നെ ഉമ്മൂട്ടിയും കുട്ടികളും ഓളെ പെരീക്കൊന്ന് പോയി വരണെന്ന് പറയുന്നുണ്ട്. സ്കൂള് 2 ദിവസം ഇല്ലല്ലോ. നിങ്ങളെ വൈകുന്നേരത്തിന് ഒരു ഓട്ടോറിക്ഷ ഏൽപ്പിച്ചു കൊടുക്കോണ്ടി. മദ്രസ ഒരീസം റേഞ്ചാണ്, ഒരീസം ലീവ് ആക്കും ചേച്ചിയാണ്. പിന്നെ ഓളമ്മാക്ക് വെജാന്നും പറഞ്ഞിരുന്നു. ഓലൊന്ന് പോയി എന്നോട്ടെ. പിന്നെ നമ്മളെ അബ്ബാസേട്ട് എന്ന് നിങ്ങക്ക് ദുബായിന്ന് വിളിച്ചീന്നാ? ഓനക്കൊന്നും വിളിച്ചിട്ടില്ലല്ലോ. 2 ദിവസം മുന്നേറ്റൊന്ന് വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചതേ ഓനെന്നിച്ച് വിളിച്ചീന്നു. കുട്ടികളൊക്കെ വർത്താനം പറഞ്ഞീനു. നിങ്ങളെ പേരിൽ അവന് കുറച്ച് പൈസ അയച്ചേക്കണു. ആ പൈസ ഇട്ടേ പീടിയിൽ പറ്റി തീർക്കാൻ കുറിപ്പിന്റെ പിന്നെ 5000 റുപ്യ സാനുപ്പാക്കും കൊടുക്കാൻ പറഞ്ഞേക്കണു. എന്തിനാണ് സാനുപ്പാക്ക് 5000 റുപ്യ? ഓലെ സ്കൂളിന് ടൂറ് പോകുന്നുണ്ട്. അപ്പൊ റിഡൂന് സാനുപ്പാക്കുള്ള പൈസയാണ് അത്. രണ്ടാൾക്ക് 5000 റുപ്യ കണ്ട നബീസോ. അപ്പൊ എവിടുക്കാ ഇത്ര വലിയ ടൂറ് പോകേണ്ടത്? ഒരാൾക്ക് 2000 റുപ്യാണ്. 1000 റുപ്യ ഓൽക്ക് രണ്ടാക്കും ചെലവിനുള്ള പൈസയാണ്. ഇത്രയൊക്കെ പൈസ ചെലവാക്കി ടൂറ് പോണ നബീസോ. ഓ ദുബായിന്ന് വന്നാൽ കുട്ടികളൊക്കെ കൂട്ടിക്കാണ്ട് മൈസൂർക്ക് ഊട്ടിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ സ്കൂളിൽ കൊണ്ട് പോകണം. കുട്ടികൾക്ക് പോലെ കൂട്ടുകാരന്മാരൊപ്പം പോയിട്ട് വേറെ രസല്ലേ. നമ്മളെ അബ്ബാസിന് സുക്കൂറിനൊന്നും കുട്ടികളായ കാലത്ത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ടൂറ് പറഞ്ഞയച്ചില്ല. നിങ്ങളെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല കൊടുക്കാന്. ഇന്നിപ്പോ ഓലെ വാപ്പാടെ അടുത്ത് പൈസ ഉണ്ടായിട്ടല്ലേ ഓല് പൊയ്ക്കോട്ടെ. എടാ മുത്തോ, സ്കൂളിൽ ടൂർ പോരുന്നില്ല? ഞാൻ സ്കൂൾ ടൂർ ഉണ്ടാവില്ല. എന്താ ജില്ലാത്ത ഇജില്ലെങ്കിൽ ടൂർ തന്നെ ഒരു രസം ഉണ്ടാവില്ല. ഇജ് വലിയ രസക്കാരൻ വന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇജ് ഉറങ്ങിയക്കാരൻ ബസ്സില് ചാടി കളിച്ചാനൊന്നും ഇജ് ഉണ്ടാവില്ല. പോരിനൊന്നും കുഴപ്പമില്ല, പൈസ വേണ്ടതിനൊക്കെ. എന്റെ ഇപ്പ പണിക്കൊന്നും പോണില്ലല്ലോ. വലിയപ്പാണ്ട് ചോദിച്ചാ വല്യപ്പാന്റെ ഇല്ലാന്ന് പറയണേ. എന്റെ പൈസ ഞങ്ങളെല്ലാരും പിരിവിട്ട് തരാ. നിങ്ങള് പൈസ തന്നിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ഒറ്റക്കല്ലല്ലോ. പെരയില് പെങ്ങളുണ്ട്, അനിയനൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പോലെ വരുമ്പോ 8000 റുപ്യ ആവും. 8000 റുപ്യ ഒന്നും ഞമ്മക്ക് താങ്ങൂല. 2000 റുപ്യ എന്റെ കാണി ഞങ്ങളെല്ലാരും പിരിവിട്ടിട്ടാ. പിന്നെ ഓരോട് പോരണ്ടായിരുന്നാളെ അജ്ജ് പോന്നോ? ഞാൻ ഒറ്റക്ക് പോയാൽ അവർക്ക് സങ്കടാവില്ലേ? എന്റെ ടൂർ ഏതായാലും നടക്കൂല. നിങ്ങളൊക്കെ ടൂറ് അടിച്ചു പൊളിച്ചു തരി. ഇജ്ജ് പോരത്തെ ഞങ്ങക്ക് സങ്കടൊക്കെ ഉണ്ട്. എല്ലാരും കൂടി പൈസ എടുക്കൽ ഞങ്ങക്ക് നടക്കൂലടാ. നിങ്ങൾക്ക് എല്ലാവർക്കും പോരേന്നു. എന്റെ അപ്പ ശരിക്കിന് പണിക്കോണ്ടെങ്കിൽ എന്റെ വല്യപ്പാനോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. എന്റെ വല്യപ്പല്ല പെരീത്ത് ചെലവൊക്കെ നടത്തുന്നത്, അയാളടുത്ത് ഉണ്ടാവൂല. പഠിച്ചോനാ ഞാൻ തൂമ്പ അടച്ചത് വെട്ടാൻ പറഞ്ഞ അളവൊക്കെ വെട്ടിയിട്ടല്ല പഠിച്ചത്. അമ്മറാജി മണ്ണൊക്കെ പിന്നെ തച്ചുമല്ലോ അയാൾ. എത്തേച്ച് കാട്ടിയത്? കാക്ക ആയിട്ട് മതിയാ. ഞാൻ ഒന്ന് തൂറാൻ പോയെന്നപ്പോ കാട്ടിപ്പിടിച്ച പരാക്രമാണുള്ളത്. ഞാനൊരു തൂമ്പ് അടച്ച വായ വെട്ടാൻ തൂമ്പ് മാലും തൂമ്പ് അത് വെട്ടാൻ പറഞ്ഞ ഒക്കെ വെട്ടിയിട്ടല്ല കാക്ക. क्या तूമ്പ हमको मालूम नहीं है. ഇനിയിപ്പോ എനിക്ക് തൂമ്പ് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോ നേരെ ബൊന്റെ ആ ബാക്കിയുള്ള പണി കാണിച്ചൂടെ. ഞാൻ പറഞ്ഞ പണി ട്ടാ. തൂമ്പിനെത്തിയവർക്ക് ഹിന്ദി പറയണ, ഞാനത് കേട്ടിട്ടില്ല. കൊല 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 ഇന്നിപ്പോ കൊല നടക്കും ഇവിടെ. അതിപ്പോഴേ അതാ ചെക്കനേ, ആ ഹിന്ദിക്കാരനെ ഞാനേ കൊന്നതാണ്. ഓന്റെ പണിയാണ്. എന്നോട് തൂമ്പടച്ച മായല്ലേ ഞാൻ വെട്ടാൻ പറഞ്ഞത്. ഓൻ വെട്ടിയ ബുദ്ധി ഇവിടെ ഇല്ലേനോ?
നീ പറമ്പിലുള്ള മായ മുഴുവൻ വെട്ടിയിരിക്കേ. പണിന്റെ അടിയിൽ കൂടി ഒന്ന് മറക്കി വെക്കാൻ മുട്ടി ഞാൻ പോയി വന്നപ്പോത്തിനോ അതൊക്കെ വെട്ടിട്ടേക്കണം. ഈ പറഞ്ഞാ മനസ്സിലാകാത്ത ഇന്ത്യക്കാരെ ഇട്ട് വരേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഈ എന്റെ മോനെ ഇട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞത് ഈ പണിയെടുക്കാൻ. ഇപ്പൊ ഞമ്മളെ മോയിലും മുഴുവൻ നാശായില്ലേ. ഞാനേ പെരീന്ന് ഇറങ്ങുമ്പോ ഒപ്പം ഉണ്ട് എന്റെ മോന്. പിന്നെ എവിടെ തിരിഞ്ഞത് കണ്ടില്ല. നീ പണി ചോദിപ്പാണ്ടെന്ന് കരുതിക്കാണ്ടേ അങ്ങാടി പോയി ഇവനെ പിടിച്ചു കൊണ്ടതാണ്. എന്റെ മോൻ അങ്ങനെ തന്നെടാ, ഒറ്റ ദിവസം പണിക്ക് പോലില്ലേ. ആകെ പോണ പണി ഏതാ നിങ്ങള്? അൽബേജിയുടെ ഓഡിറ്റോറിയത്തിലേ കല്യാണം കഴിഞ്ഞാൽ ആ ചെമ്പ് മോർന്ന പണിയുണ്ട്, അതിനാണ് പോല്. അപ്പൊ അവിടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വല്ലതും തിന്നാൻ ആ ഒറ്റ പണി ഇല്ലാതെ ഒരു പണി കൊടുക്കൂല. പിന്നെ ഇപ്പോഴേ ഓന്റെ 5-6 കുട്ടികള്, ഓന്റെ പെണ്ണുങ്ങളും ഓന്റെ ചെലവും ഒക്കെ ഇപ്പൊ ഞാൻ ഈ വയസ്സുകാരൻ അയച്ചുകാണ്ടേ ഉണ്ടാക്കണം. എന്റെ മോൻ നല്ലവർക്ക് പണിയെടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് വിളിച്ച് അറിഞ്ഞിക്കാണ്ട് ഒരു ബീസ് എടുത്തിക്കാണ്ട് ഓനാണ് കൊണ്ടായാൽ മതിയെന്നു. അത് എനിക്കറിയാം നിങ്ങൾ കൊണ്ടുപോകുന്നുള്ളത്. ഇവിടെ പണിയെടുക്കാത്തവനെ അവിടെ പോയാലും പണിയെടുക്കൂല. ആ കായാണ് പോയി കിട്ടുന്നല്ലാതെ ഞാൻ ഒന്നല്ല വെച്ചിട്ടേ ഓനെ കൊഞ്ചിച്ചാ വളർത്തിയത്. വല്ലതും പണിയെടുത്താൽ കൂടെ തടി കേടല്ല എന്നൊക്കെ പേടി എന്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ്ട് വേറെ മൂറൊത്തു. അതൊക്കെ എന്നെ പറഞ്ഞാൽ മതി. ഒന്നുമില്ലെങ്കിൽ ഒലക്കൊക്കെ അടിച്ച് വളർത്തണം എന്നുള്ളതാണ്. എന്റെ മക്കളൊക്കെ ഞാൻ അങ്ങനെയാണ് വളർത്തിയിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ കോലത്തിൽ നമ്മൾ പോണത്. അജയർ എങ്ങനെ മക്കളൊക്കെ ഒരു ബൈക്കായി. ഇവന്റെ കാര്യം കേൾക്കണം. ഇവൻ പെണ്ണെട്ടിട്ടേ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായത്. പിന്നെ ആ 3 പേരിൽ ഇതിന്റെ കുട്ടികൾ 6 മക്കളുണ്ട് ഇപ്പൊ. അതിൽ പോകാൻ സ്കൂളിൽ നിന്നേ കുട്ടികൾക്ക് ടൂർ പോകുന്നുണ്ട്. 2000 ഉറുപ്പ്യ വേണം. 4 കുട്ടികൾക്ക് 8000 ഉറുപ്പ്യാണ്. എന്റെ മൂട്ടിൽ നടക്കണം കുറെ ദിവസമായി. ഞാൻ എവിടെ ഉണ്ടാക്കി കൊടുക്കാൻ 8000 ഉറുപ്പ്യ? ഈ അന്നാന്ന് കൂലിപ്പാണ് നിങ്ങൾ ഇതേ കായ് എന്റെ അടുത്തുള്ളത്. ഓനെ വാപ്പാന്ന് ചോദിച്ചാൽ കിട്ടലാന്ന് ഒക്കെ അറിയാം. അതെന്റെ മൂട്ട് തൂങ്ങേണ്ടത്. ചെക്കന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ 3 പേരിൽ ഏറ്റ കുട്ടികളാ. അപ്പൊ 6 കുട്ടികളുണ്ടല്ലോ. അപ്പൊ 4 സ്കൂൾക്ക് പോകുന്നുള്ളൂ. 4 സ്കൂൾക്ക് പോകണല്ലോ. 2 ചെറിയതാണ്. അതിന്റെ കഥയൊക്കെ പറഞ്ഞ് പാട് പറയാനുണ്ട്. അതിപ്പോ എന്താ സംഗതി? അതിന്റെ കഥ കേൾക്കണം നിങ്ങൾക്ക്. ഓന്റെ പെണ്ണുങ്ങളെ 3ാമത്തെ പേറ്റിനെ ആ ഡോക്ടർ സ്വകാര്യത്തിൽ പറഞ്ഞിക്കാണ്ടേ ആണ് നിർത്തി ഞാൻ പേര്. അത് അറിഞ്ഞതിന് ശേഷേ ഇന്ന കണ്ണിന് നേരെ കണ്ടൂടാ. പണിക്ക് വെച്ചാൽ പോരുമില്ല. വെറും ഉറങ്ങ തിന്ന ഈ 2 പരിപാടി ഉള്ളൂ. ഓൻ തെറ്റിയാലും വേണ്ടില്ല. ആ പെണ്ണിന്റെ പേര് നിർത്തിയത് നന്നായി. ഇല്ലെങ്കിൽ ആ പേരക്കുട്ടികളെ നോക്കിച്ച് ചാടിച്ചിട്ടുണ്ടാവും. എത്ര ചങ്ങായി എപ്പൊ നോക്കുമ്പോ എന്റെ തൊള്ളിയിൽ ഈ വീടുണ്ടല്ലോ, ഒന്ന് നിർത്തിക്കൂടെ എനിക്കിത്? ടെൻഷനോണ്ട് വലിച്ചതിന്റെ സുക്കൂറെ ഞാൻ വലിച്ചൂലത്. ഇജി വീടിൽ നിർത്തില്ലാന്ന് എനിക്കറിയാം. പിന്നെ എന്റെ ബാപ്പ മയമുട്ടയൊക്കെ പണിക്കൊക്കെ പോണില്ലേ? പണി നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്നും പണിക്കുണ്ട്. ഇപ്പാക്ക് ആരോഗ്യ ആഫിയത്തുണ്ടാട്ടെ, അതാണ് എന്റെ പ്രാർത്ഥന. പിന്നെ എന്ത് ടെൻഷനാ കുഞ്ഞോനെ എനിക്ക്? എന്റെ കാര്യം എനിക്ക് ടെൻഷനാച്ചാ ടെൻഷനാണ്, ഈറിയാച്ചാ ഈറിയാണ്. ബാപ്പാനോട് എനിക്ക് ഭയങ്കര ദേഷ്യം. എന്തിനാ പാവം മനുഷ്യനോട് ഇജ്ജ് ദേഷ്യപ്പെടുന്നുണ്ട്? എന്റെ അമ്മ പ്രസവിച്ച അന്ന് മുതൽ നോട്ടം തുടങ്ങിയാണ് ആ മനുഷ്യന്. പിന്നെ അത് മാത്രമല്ല, എനിക്കിപ്പോ 5-6 മക്കളായല്ലോ. ആ മക്കളെ നോക്കുന്ന എന്റെ ബാപ്പയാണ്. ഇങ്ങനത്തെ ബാപ്പാരെ കിട്ടണമെങ്കിൽ നമ്മളൊക്കെ പുണ്യം ചെയ്യണം ചങ്ങായി. എനിക്കുള്ള ദേഷ്യം എന്താന്ന് എനിക്കറിയാം. ബാപ്പ പണിക്കോൻ പറയുണ്ടാവും, എന്നെ കൊണ്ട് ആ പരിപാടി പറ്റൂലല്ലോ. പണിക്ക് പോകാത്ത പ്രശ്നം അത് വേറെണ്ട്. അത് മാത്രമൊന്നല്ല, ഒരു ബാപ്പ ഒരു മോനോട് ചെയ്യാൻ പറ്റാത്ത കാര്യം ആ തന്ത എന്നോട് ചെയ്തേക്കണം. ഈ നാട്ടിലെ ഒരു മനുഷ്യൻ അറിയാത്ത കാര്യം ഞാൻ എന്നോട് പറഞ്ഞു. ഇത് ആരോട് പറയത്തിട്ടാ, എന്റെ പെണ്ണുങ്ങളെ പ്രസവേ എന്റെ ബാപ്പ നിർത്തിച്ചു. അതപ്പോ നാട്ടുകാർ ആരും അറിയാത്ത കാര്യം? അത് ഈ നാട്ടിൽ മൊത്തം ആൾക്കാർക്കും അറിയാം. എന്റെ ബാപ്പാന്റെ പെണ്ണുങ്ങളെ പ്രസവം നിർത്തിച്ചെന്നുള്ളത്. എന്റെ ബാപ്പേനെ പറഞ്ഞെടുക്കണ്ടല്ലോ എല്ലാരോടും. ഹൈ, ഈ തന്ത ഇത് നാട്ടുകാരോട് പറഞ്ഞെടുക്കുക. പിന്നെയും ടെൻഷനായി മനസ്സിലിട്ടാ. ഇജേ ഈ വീടൊക്കെ ഒന്ന് ഒഴിവാക്കിക്ക. അത് അങ്ങനെ ഇവിടെ. അത് മാത്രല്ലടാ, എന്റെ കുട്ടികളെ സ്കൂളിൽ ടൂർ ഓടന്ന് പറഞ്ഞാൽ ഒരു സ്വൈര്യം തരുന്നില്ല. ഒരു പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കാത്ത മതി നടക്കണേ. എന്റെ പൈസ കൊടുക്കാൻ വേണ്ടേ? എന്റെ അടുത്ത് എങ്ങനെ പൈസ ഉണ്ടാ ചങ്ങായെ? അനക്ക് മര്യാദക്ക് പണിക്ക് പോയിക്കൂടെ? നല്ല തണ്ടും തടി ഉണ്ടല്ലോ. ബാപ്പാനെങ്ങനെ പറഞ്ഞേക്കാണല്ലോ ഇജ്ജ് പണിക്ക്. ഇജ്ജ് മര്യാദക്ക് പണിക്ക് പോകാൻ നോക്കാം. ഈ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇന്ന് ആർക്കായിരുന്നു പണി? നമ്മളെ ബ്രാജിക്കായിരുന്നു. അവിടെ തോട്ടം കൊത്താനും ഈ തൂമ്പടച്ച ബാ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെട്ടിയിടാനും വേണ്ടി പോയതായിരുന്നു. അപ്പൊ ഇജ്ജ് ഒറ്റയ്ക്കാ പണിയെടുത്തീനെ? ഞാൻ ഒറ്റക്കല്ല, ഒരു ബംഗാളി ചക്ക ഉണ്ടായിരുന്നു. ഓനാ പറ്റൂല പണിക്ക്. അല്ലെങ്കിലും ഇജ്ജാതി പണിക്കൊന്നേ ഈ ബംഗാളികളൊന്നും പറ്റൂല. പിന്നെ അനക്ക് ഒഴിവുണ്ടാവോ? പെരിയിൽ ഒരു 5-6 ദിവസത്തെ പണി ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് കഴിയൂല.
ആരെങ്കിലും രണ്ടാളെ കിട്ടണം. അതിന് ഞാനേ ആ കോയാമിന് യൂസ്ബലിനെ ഏൽപ്പിച്ചോളാം. ഓലപ്പറ്റൊന്നാണ് കൂടി കൊടുത്താൽ മതി. ഓലൊപ്പം ഒരാളില്ലെങ്കിലേ ഓല മുതൽ ചെയ്യാണ്ട് ആ പണി ശരിയാവൂല. അതാ ഞാൻ അന്നെ വിളിച്ചിട്ടുണ്ടായിന്. ആ എന്നാ ഓരോട് നിങ്ങൾ പറയല്ലേ, ഒരു 4 ദിവസത്തെ പണി അടക്കം എടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കട്ടെ. പിന്നെ ചോദിച്ചിനി ഒന്നും കരുതരുത്, പണിയൊക്കെ ഞാൻ മട്ടത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു 8000 റുപ്യ വായ്പായിട്ട് തരണം, ഞാൻ അങ്ങനെ പതുക്കെ വീട്ടിൽ തരുന്നുണ്ട്. അതെന്താടാ എനിക്ക് ഇത്ര വലിയ അർജന്റ്? പൈസ അവിടെ ഉണ്ട്, ഞാനെന്നാലേ ഏസക്കാണ്ട് ഇറങ്ങുമ്പോ എനിക്ക് തരാം. 8000 പോരാ? ആ അത് മതി. പിന്നെ സംഗതി വലിയ ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. നിന്റെ പേരക്കുട്ടിയൊക്കെ നാളെ ടൂറ് പോകാനാണ്. അപ്പൊ അതിനിപ്പോ ഞാൻ ഈ അന്നാണ് പണിയെടുത്തിട്ട് ഇപ്പൊ ഒപ്പിച്ചു വെക്കൂല. അതപ്പോ ഞാൻ അങ്ങോട്ട് മുൻകൂർ ചോദിച്ചത്. ഞാൻ കുറെ ഒഴിഞ്ഞു മാറാൻ നോക്കി, പേരക്കുട്ടികൾ വിടണ്ടേ. എനിക്കിപ്പോ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റൊന്നുമില്ലല്ലോ. ബാപ്പ ഓനാണെങ്കിലേ ആ കുട്ടികളെല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഇജ്ജന്നെയാണ്. അന്നെയാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ തീർപ്പിതി. ഞാൻ കാണേണ്ടതല്ല ഇപ്പൊ അത്. കുട്ടികളിപ്പോ എന്റെ പേരിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. കായൊക്കെ കുറച്ച് തോനെ തന്നെയാണ്. 2000 റുപ്യാണ് ഒരു കുട്ടിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്റെ ചെക്കനാട് ദുബായിലുണ്ടായതുകൊണ്ടേ ഓ അയച്ചു കൊടുക്കും, അല്ലാതെ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. മാസ്റ്റർമാർക്കും ടീച്ചർമാർക്കും ഒന്നും ഇപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. ഒരു പേരിന്ന് 2-3 കുട്ടികൾ പോകണ്ടെങ്കിലേ കായ് എത്രമാണെന്ന് അറിയങ്ങള്. പിന്നെ ഓരോ എവിടെയെങ്കിലൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വരുമ്പോഴേ ആണ്ട് ടൂറ് പോകാനേ ഈ പരിപാടി ഉണ്ടാക്കുകയാണ്. എന്നാ പിന്നെ ഓർക്ക് വലിയ കായ്ക്ക് അറിവുണ്ടാവില്ല. കായ് നല്ലോണമാണ് ഇപ്പൊ ടൂറൊക്കെ പോണെങ്കില്. നമ്മളൊക്കെ ആ സ്കൂൾ പഠിച്ചിരുന്ന കാലത്തെ ടൂറ് പോയിന്നല്ലോ. അന്ന് നമ്മളെ ഹെഡ്മാസ്റ്ററാണ് നമ്മളെ കായൊക്കെ എടുത്തിരുന്നത്. അയാൾക്കല്ല കുറച്ച് ശമ്പളം ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊന്നും പോരല്ലോ. നമ്മള് രക്ഷിതാക്കൾ തന്നെ മക്കൾക്ക് പൈസ കൊടുക്കണം. നമ്മളെ കുട്ടിക്കാലത്തെ ഏറിപ്പോയ കടന്ന് കാണാൻ പോകും. ഇപ്പൊ അങ്ങനല്ല, 1-2 ദിവസമാണ് ഇപ്പോഴത്തെ ടൂറ്. അത് ഊട്ടിക്കും മൈസൂർക്കും ഒക്കെയാണ്. അപ്പൊ എത്രകാലം കായുമാണ് അതിനേരങ്ങള്. 2-3 ദിവസമൊക്കെ ടൂറ് പോലെ രസമൊക്കെ തന്നെയാണ്. ചിക്കിളി നല്ലോ മാണം. അന്നെ പോലെ കായില്ലാത്തവർക്കൊക്കെ ഇറങ്ങാറ് തന്നെയാണ്. 4-5 പേരക്കുട്ടികളെ പറഞ്ഞേക്കല് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളെ ഈ ടീച്ചർമാരും മാസ്റ്റർമാരൊക്കെ ഈ കാര്യങ്ങളൊന്ന് കണ്ടറിയണം എന്നാണ്. അല്ല ടീച്ചറെ, നിങ്ങൾക്ക് ഇപ്പോഴും ബസ് കിട്ടിയില്ലേ? സന്തോഷ് മാഷേ, ഞാൻ ബസ് കാത്തിക്കല്ല, ഞാൻ ഹസ്ബൻഡിനോടുണ്ട് വരാൻ പറഞ്ഞിട്ട്. അല്ല ലീന ടീച്ചറെ, നമ്മളെ ടൂറിന് ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടോ ഭക്ഷണം? നിങ്ങളോട് ഏൽപ്പിച്ചിരുന്നല്ലോ. ഞാൻ കുറേ ആളുകളോട് ചോദിച്ചു മാഷേ, ആരും ഏൽക്കണില്ല കേട്ടോ. അല്ല ടീച്ചറെ, സ്പോൺസർമാരില്ലെങ്കിൽ വേണ്ട. കുട്ടികളൊക്കെ ഒന്ന് ടൂർ പോകാൻ പിരിക്കണ കാശും തന്നെ ഇഷ്ടം പോലെ ബാക്കി ഉണ്ടാവുമല്ലോ, അതിനാണ്ട് എടുത്താൽ പോരാ നമുക്ക്. അന്ന് എടുത്താലേ നമുക്ക് ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഫണ്ടൊന്നും ഉണ്ടാവില്ല. സ്പോൺസർമാരെ കിട്ടിയില്ല വെച്ചിട്ടേ അത് പ്രശ്നമാക്കണ്ട. ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അതിന് നമുക്ക് എന്തെങ്കിലും മാർഗം വേറെ കാണാം. സ്കൂൾ കുട്ടികളൊക്കെ പേരിലെത്തി, ടീച്ചറും മാഷൊന്നും പേരി പോണില്ലേ? നമ്മളെ സ്കൂളിൻ്റെ ടൂർ ഇവിടെ അടുത്തേക്കണു. അതിൻ്റെ ഫുഡിനുള്ള ഫണ്ടൊന്നും ശരിയായിട്ടില്ല. അതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്തപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്? നമ്മളെ സ്കൂളിലുള്ള ടീച്ചർമാരും മാഷുമാരും കൂടിക്കാണ്ട് പൈസ എടുത്താൽ തന്നെ കുട്ടികൾക്ക് 2 നേരം കുയ്മന്തിനെ വാങ്ങിക്കൊടുത്തൂടെ? എന്താ സുക്കുറ ഈ പറയണേ? ഞങ്ങൾക്ക് ചെറിയൊരു ശമ്പളമല്ലേ ഉള്ളൂ, അതിനൊക്കെ കൊടുക്കേ. സുക്കൂറെ, കുട്ടികളെയൊക്കെ ഒരു ചെറിയ പൈസ വാങ്ങിക്കാണ്ടാണ് ഞങ്ങൾ ടൂർ കൊണ്ടുണ്ട്. അതിനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സുക്കൂറാണ്ട് ഏറ്റെടുത്താളാ. ചെറിയ പൈസ നിങ്ങൾ വാങ്ങണമെന്ന് എനിക്കറിയാം. എന്റെ കൂടെ ഇപ്പൊ 2 കുട്ടികൾ പോരുന്നുണ്ടല്ലോ. 2000 വെച്ചാണ് നിങ്ങൾ വാങ്ങേണ്ടത് ഓരോ കുട്ടികളേക്കൊന്നും. പിന്നെ 50 കുട്ടികൾ ബസ്സിലുണ്ടായാലേ 1 ലക്ഷം റുപ്യ മൊത്തം വിരിഞ്ഞിട്ടും. എന്നിട്ട് അതിലിപ്പോ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പൈസ ഇല്ലാന്നാലേ എങ്ങനെ മാസം നമ്മൾ ഈ ചോദിക്കുക? പിന്നെ ഇപ്പൊ നിങ്ങൾ പോണത് ഊട്ടി മൈസൂരൊക്കെ അല്ലേ? അവർക്ക് ഇപ്പൊ എത്ര പൈസ ചെലവാന്ന് എനിക്കറിയാം. ഇജ്ജ് പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. ടൂർ കഴിഞ്ഞ് വന്നാൽ അതിന് നല്ലൊരു സംഖ്യ ഫണ്ട് നമ്മൾ മാറ്റിവെക്കലുണ്ട്. അത് സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഫുഡിന് സ്പോൺസർമാരുണ്ടെങ്കിൽ ഫണ്ട് ബാക്കിയാവുള്ളൂ. ഇതിലേക്ക് എന്തേ നന്ന സുക്കൂറയ്യേ? ആയിക്കോട്ടെ ടീച്ചറെ, നമുക്ക് എന്തേലും ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോ കുറെ പൈസ ഇതേമാതിരി സ്പോൺസർമാരെ പിടിച്ചിക്കാണ്ട് ബാക്കി ആക്കലുണ്ട് എന്ന് പറഞ്ഞു. അതിന്നിപ്പോ പോരാൻ പറ്റാത്ത കുറെ കുട്ടികളുണ്ടാവല്ലോ സ്കൂളിൽ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കണേ. ഓലങ്ങൾക്കൊന്ന് ടൂർ ഉണ്ടായിക്കൂടെ? സുക്കൂറ, ഇപ്പൊ അതിന് 2000 ഉറുപ്പ് എടുക്കാൻ പറ്റാത്ത കുട്ടികൾ ഏതാ ഉള്ളത്? മാഷേ, അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണ്. നമ്മളെ സ്കൂളിൽ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഇതിന്റെ ഒരു കൂട്ടുകാരുണ്ട്, കുഞ്ഞോനാർ, നിങ്ങൾക്ക് അറിയിക്കാരും. ഓനക്ക് 6 കുട്ടികളാണ്. അതിൽ 4 ഇപ്പൊ ഈ സ്കൂൾ പഠിച്ചുകൊണ്ട്. അതിൽ 2000 വെച്ചിട്ട് ടൂർ ഓൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 8000 റുപ്യ ചെലവാണ്. ഓനക്കാണ് ഈ പണിയൊന്നും ഇല്ലാനും. ഓന്റെ ബാപ്പ നയിച്ചുകൊണ്ട് ആ പേരത്തെ ചെലവ് വരെ കഴിച്ചത്. അത് മാത്രമല്ല, ആ യൂസഫ് ഉണ്ടല്ലോ, ഓന് കാലോണ്ട് വെച്ചാ ആ 3 ഒട്ടിക്കാൻ നടക്കുന്ന നിങ്ങൾ കാണില്ലേ? ഓന് 3 കുട്ടികൾ ഈ സ്കൂൾ പഠിച്ചുകൊണ്ട്. അത്യാവശ്യമൊക്കെ ഈ 2000 വെച്ച് തരാൻ കഴിയുമോ? ഇനിയിപ്പോ ഈ പറഞ്ഞത് മാത്രമല്ല, വേറെയും കുട്ടികളുണ്ട്. എല്ലാം ഞാൻ പറയണില്ല. ഇങ്ങൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയൊരു സ്കൂളാണ് നമ്മളെ കോട്ടൂര് AKMH സ്കൂള്. അവിടെ പ്രിൻസിപ്പൽ ഉണ്ട്, അലിമാഷറി, നമ്മളെ സ്നേഹിതനാണ്. ഓൾ നടത്തിയൊരു സംഗതി ഉണ്ട്. എന്താ അതൊന്നും അറിയായിരുന്നു? ഇങ്ങക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം മാഷേ. ചില കുട്ടികളൊന്നും അധ്യാപകരോട് ഇങ്ങനെ പറയില്ല, പെരീത്ത അവസ്ഥ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോരാത്തുന്നൊന്നും.
പക്ഷെ ഒരു കുട്ടികളോട് പറയും. അതിന് വേണ്ടിയിട്ട് കോട്ടൂർ സ്കൂളിൽ കുട്ടികളെ ഇടയിൽ തന്നെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിക്കണം അധ്യാപകർക്കും കൂടിക്കാണ്ട്. എന്നിട്ട് ഓലെ കൊണ്ട് ചോദിപ്പിച്ചാണ്. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തിക്കാണ്ട് ഈ അധ്യാപകരും മാനേജ്മെന്റ് കൂടി കൂടിക്കാണ്ട് സഹായിച്ചിക്കാണ്ട് ടൂർ കൊണ്ടുപോകുന്നുണ്ട്. അതിനുള്ള ഫണ്ട് പോലെ അവിടെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതേമാതിരി എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റുമോ നോക്കി നിങ്ങൾ. ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തുതരും. പിന്നെ സ്കൂളുകളിലൊന്നും ഇനി മുതൽ ടൂർ പോകാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടി ടൂർ പോവാതിരിക്കരുത്. പൊന്നാര മക്കളെ, ടീച്ചർമാരോടും മാസ്റ്റർമാരോടാണ് വെച്ച് പറയാനുള്ളത് കേട്ടോ. നമ്മളെ സ്കൂളിൽ നിന്ന് പോരാൻ കഴിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും, രക്ഷിതാക്കൾക്ക് ഒരു കഴിവില്ലാത്തോല്. ഓലൊക്കെ നിങ്ങളെ ടൂറ് കൊണ്ടുപോകണം. അത് മാസ്റ്റർമാരെല്ലാവരും കൂടി കുറച്ച് പൈസ എടുത്തുകാണ്ടും PTA കമ്മിറ്റി എല്ലാവരും കൂടി എടുത്തുകാണ്ടൊക്കെ കൊണ്ടുപോകണം. കാരണം ഓലൊന്നും സ്കൂളിൽ ഒഴിവാക്കിയിട്ട് പോകരുത്. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.